ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നെൽവയലുടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. നെൽവയലുകളുടെ സംരക്ഷണവും ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന പ്രശ്നം പരിഹരിക്കാൻ ധാരണയായി. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ എം ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. ബിനീഷ് കൊടിയേരിയുടെ വീട്ടിലെ ഇഡി റെയ്ഡ് അവസാനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ വിജയത്തിനരികെ. ലീഡ് നില മാറിയത് അംഗീകരിക്കില്ലെന്ന് ട്രംപ്. ഐപിഎല്ലിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ പ്ലേ ഓഫിൽ മുംബൈ ഡൽഹിയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ആദ്യമായി വയലുടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. നെൽകൃഷിക്കാർക്കുള്ള പ്രോത്സാഹനത്തിനൊപ്പം നെൽവയലുകളുടെ സംരക്ഷണം കൂടി ലക്ഷ്യമിടുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. 3909 കർഷകർക്കുള്ള ആനുകൂല്യത്തിന്റെ വിതരണമാണ് ഇന്ന് നടന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. നെൽകൃഷി ചെയ്യാവുന്ന നെൽവയലുകൾ രൂപമാറ്റം വരുത്താതെ നിലനിർത്തി സംരക്ഷിക്കുകയും കൃഷിക്കായി തയ്യാറാക്കുകയും ചെയ്യുന്ന ഉടമകൾക്കാണ് ഹെക്ടറിന് ഓരോ വർഷവും 2000 രൂപ നിരക്കിൽ റോയൽറ്റി അനുവദിക്കുന്നത്. നിലവിൽ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകൾ റോയൽറ്റിക്ക് അർഹരാണ്. നെൽവയലുകളിൽ വിളപരിക്രമണത്തിന്റെ ഭാഗമായി ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്ന നിലമുടമകൾക്കും റോയൽറ്റിക്ക് അർഹതയുണ്ടായിരിക്കും. നെൽവയലുകൾ തരിശിട്ടിരിക്കുന്ന ഭൂവുടമകൾ ഭൂമി നെൽകൃഷിക്കായി സ്വന്തമായോ മറ്റു കർഷകർ ഏജൻസികൾ മുഖേനയോ ഉപയോഗപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ റോയൽറ്റി അനുവദിക്കുന്നതാണ്. ഈ ഭൂമി തുടർന്നും 3 വർഷം തുടർച്ചയായി തരിശിട്ടാൽ പിന്നീട് റോയൽറ്റിക്ക് അർഹതയുണ്ടായിരിക്കില്ല. അതിനുശേഷം വീണ്ടും കൃഷി ആരംഭിക്കുമ്പോൾ റോയൽറ്റിക്ക് അർഹത നൽകുന്നു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് വയലുടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യത്തിൽ വരുന്ന മാറ്റം കുട്ടികളുടെ പഠനത്തിലും ദൃശ്യമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ പിണറായിയിൽ AKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യങ്ങളിൽ വരുന്ന മാറ്റം കുട്ടികളുടെ പഠനത്തിലും ദൃശ്യമാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾക്കായി കൈകോർത്തവരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കട്ടെ. സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിന്റെ സങ്കല്പം തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാകണം, ഹൈടെക് ക്ലാസ് മുറികളാകണം, എല്ലായിടത്തും ഇന്റർനെറ്റ് സൌകര്യമുണ്ടാകണം, ലൈബ്രറി, കോൺഫറൻസ് ഹാൾ, കിച്ചൺ ഇവയെല്ലാം ഉണ്ടാകണം. ഇങ്ങനെ അന്താരാഷ്ട്ര സൌകര്യങ്ങളുള്ള കേന്ദ്രങ്ങൾ എന്ന നിലയിലാണ് സ്കൂളുകളെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഈ ധാരണകളിൽ പൊതുവെ സ്വീകാര്യമായവ ഉൾക്കൊണ്ടുകൊണ്ടാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര സംവിധാനങ്ങളോടുകൂടി ഗെയിലാണ് കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. KSRTCയുടെ രണ്ടാംഘട്ട പുനരുദ്ധാരണ പാക്കേജുകളുടെ ഭാഗമായി 50 കോടി രൂപ ഉപയോഗിച്ച് 3 വ്യത്യസ്ത തരം ശ്രേണിയിലായി ബസ്സുകൾ വാങ്ങുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. KSRTC സർവീസുകളിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിനും ബസ്സുകളുടെ ആധുനികവൽക്കരണവുമാണ് ലക്ഷ്യം. ഈ തുക ഉപയോഗിച്ച് പുതിയതായി 100 ബസ്സുകൾ KSRTC വാങ്ങും. KSRTCയുടെ രണ്ടാംഘട്ട പുനരുദ്ധാരണ പാക്കേജുകളുടെ ഭാഗമായി 50 കോടി രൂപ ഉപയോഗിച്ച് 3 വ്യത്യസ്ത തരം ശ്രേണിയിലായാണ് ബസ്സുകൾ വാങ്ങുന്നത്. വയനാട്ടിലെ ബാണാസുര മലയിൽ നടന്ന മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി G. പൂങ്കുഴലി. കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. മാവോയിസ്റ്റ് സംഘത്തിലുണ്ടായിരുന്ന ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും നിലവിൽ ആരും കസ്റ്റഡിയിലില്ലെന്നും സംഭവം നടന്ന സ്ഥലത്ത് നിന്നും രക്തസാമ്പിൾ പരിശോധിക്കുന്നുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളത് 84,995 പേരാണ്. ആകെ മരണസംഖ്യ 1587 ആണ്. സംസ്ഥാനത്ത് 3,72,951 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കേരളത്തിൽ നിലവിലാകെ 638 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50,209 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 5,27,962 ആയി. ഇന്നലെ 704 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 1,24,000 കവിഞ്ഞു. അതിനിടെ രോഗമുക്തി നിരക്കിൽ വർധന തുടരുന്നു. ഇന്നലെ 55,331 പേരാണ് രോഗമുക്തരായത്. ഇതോടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.2%. സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. ഇതിനുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ നടക്കുന്നതിനാൽ ഇന്ന് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പ്രവർത്തന സജ്ജമായ 38 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി കെ ശൈലജ നിർവഹിച്ചു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരുന്നു ചടങ്ങ്. നല്ല ജീവിത രീതി, ആരോഗ്യശീലങ്ങൾ എന്നിവ പ്രചരിപ്പിക്കാനും പ്രാഥമിക തലത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്താനും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉപകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതൊരു വലിയ സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു കാൽവെപ്പാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഗവൺമെന്റ് നടത്തുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കുറെ കെട്ടിടങ്ങൾ എടുക്കുക അങ്ങനെ മാത്രമല്ല. അപ്പോൾ നമുക്ക് വളരെ ബേസിക് ചേഞ്ചസ് ഉണ്ടാവണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആർദ്ര മിഷന്റെ കൂടി ഭാഗമായി ആരോഗ്യ മേഖലയിൽ പ്രൈമറി സെക്ടർ മുതൽ ടെർഷ്യറി ലെവൽ വരെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് പ്രൈമറി തലത്തിലാണ്. കോവിഡ് ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു സെൽഫ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണം. അത്യാവശ്യം ജോലിക്ക് പോകേണ്ടവർ മാത്രം പോവുക, തിരിച്ചു വരിക, വന്നാൽ കുടിച്ചിട്ടേ അകത്ത് കയറുള്ളൂ എന്നുള്ള ഉറപ്പുവരുത്തുക, മാസ്ക് ധരിക്കുക, 2 മീറ്റർ അകലം പാലിക്കുക. അങ്ങനെ നമ്മളായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവില്ല ഈ രോഗം എന്ന് ഉറപ്പുവരുത്തണം. മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നും ഉറപ്പുവരുത്തണം. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന പ്രശ്നം പരിഹരിക്കാൻ ധാരണയായി. എയ്ഡഡ് സ്കൂളുകളിൽ നിയമാനുസൃതം നിയമിക്കപ്പെട്ടവരും എന്നാൽ നിയമനാംഗീകാരം ലഭിക്കാത്തതുമായ അധ്യാപകരുടെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാനാണ് ധാരണയായത്. നിലവിലുള്ള സംരക്ഷിതാധ്യാപകരെ പൂർണ്ണമായും മാനേജ്മെന്റ് ഒഴിവുകളിലേക്ക് നിയമിച്ച് മുഴുവൻ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകും. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. 6 ദിവസത്തേക്ക് കൂടിയാണ് ഇഡി കസ്റ്റഡി നീട്ടിയത്. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കൊടിയേരിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഇന്നലെ പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന അവസാനിപ്പിച്ച് മടങ്ങി. മഹസറിൽ ഒപ്പിടാൻ ബിനീഷിന്റെ ഭാര്യ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ വരെ വീട്ടിൽ തുടർന്നതെന്നാണ് റിപ്പോർട്ട്. ബിനീഷിന്റെ ഭാര്യയും ബന്ധുക്കളെയും വീട്ടുതടങ്കലിലാക്കിയെന്നാരോപിച്ച് ബന്ധുക്കൾ വീടിന് പുറത്ത് പ്രതിഷേധിച്ചു. ബിനീഷിന്റെ 2.5 വയസ്സുകാരിയായ മകളെ ഭക്ഷണം പോലും നൽകാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ചു എന്നാരോപിച്ച് കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ സ്ഥലത്തെത്തി. ഇത് സംബന്ധിച്ച തുടർ നടപടികൾക്കായി ഇന്ന് തന്നെ ഉത്തരവിടുമെന്നും ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് സംസ്ഥാന പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു. ഇഡി അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വയനാട് കൽപ്പറ്റയിൽ പറഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ സത്യമെന്ന് തെളിഞ്ഞതായും അതുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ മുഖ്യമന്ത്രി വിമർശനമുയർത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. സഹകരണ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃത ബ്രാൻഡ് സൃഷ്ടിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗിൽ ആരംഭിച്ച കോപ്മാർട്ട് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധങ്ങളായ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിലൂടെ വിൽപ്പന നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ വിജയത്തിനരികെ. നിലവിൽ 264 ഇലക്ടറൽ വോട്ടുകൾ സ്വന്തമാക്കിയാണ് ബൈഡന്റെ മുന്നേറ്റം. നിലവിലെ പ്രസിഡന്റും റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് 214 ഇലക്ടറൽ വോട്ടുകളാണ് ലഭിച്ചത്. മിഷിഗൺ, വിസ്കോസിൻ, മിന്നസോട്ട, ന്യൂഹാംഷിയർ എന്നിവിടങ്ങളിൽ ബൈഡനാണ് വിജയിച്ചത്. ടെക്സസ്, ഫ്ലോറിഡ, ഒഹിയോ, അയോവ എന്നീ നിർണായക സംസ്ഥാനങ്ങളാണ് ട്രംപ് നേടിയത്. ഐപിഎല്ലിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 562 പോയിന്റ് ഉയർന്ന് 41,184ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 159 പോയിന്റ് ഉയർന്ന് 12,068ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 38,080 രൂപയും ഗ്രാമിന് 4,760 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി ദേവികുളം നിലയത്തിലെ സീനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് CA ലത അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ആകാശവാണിയുടെ തിരുവനന്തപുരം, കണ്ണൂർ, ബംഗളൂരു, കോഴിക്കോട് നിലയങ്ങളിലും ബംഗളൂരു ദൂരദർശനിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നെൽവയലുടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. നെൽവയലുകളുടെ സംരക്ഷണവും ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന പ്രശ്നം പരിഹരിക്കാൻ ധാരണയായി. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ എം ശിവശങ്കരന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. ബിനീഷ് കൊടിയേരിയുടെ വീട്ടിലെ ഇഡി റെയ്ഡ് അവസാനിച്ചു.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ വിജയത്തിനരികെ ലീഡ് നില മാറിയത് അംഗീകരിക്കില്ലെന്ന് ട്രംപ്. ഐപിഎല്ലിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ പ്ലേ ഓഫിൽ മുംബൈ ഡൽഹിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.